Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. അതെ, ഒന്ന് നിർത്ത്. ഞങ്ങളെന്താ ഇവിടുന്ന് പറന്നു പോണോ? ഇത് ട്രാഫിക് ജാമാ. എന്തിനാ ഇങ്ങനെ ഹോൺ അടിക്കുന്നേ? കുറച്ച് തിരക്കുണ്ട്. സാറിനെ പിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. 2 മിനിറ്റ് ഒന്ന് ശ്വാസം എടുത്ത് വിട്. ട്രാഫിക് മാറിയതിന് ശേഷം സാറിനെ വിളിക്കാൻ പൊക്കോ. സൈഡോട്ട് മാറ്. ഈ ട്രാഫിക് എന്താ ഇടക്കിടക്ക് ജാം ആവുന്നത്? കാരണം ജനങ്ങൾക്ക് ജാം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എടാ കരുതേ, നീ എന്ത് മണ്ടത്തരവാടാ ഈ ചോദിക്കുന്നേ? എടാ ബഡി, ഇവന്റെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ശരി, എന്നോട് എന്തിനാ വെറുതെ ചൂടാവുന്നത്? ഞാനാണോ ട്രാഫിക് ജാം ആക്കിയത്? ഇത് എന്തൊരു മനുഷ്യനാണ്, എല്ലാരും ബുദ്ധിമുട്ടുമാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് കണ്ടോ? എടാ കരുതേ, അയാൾ ഡാൻസ് കളിക്കുമല്ല, അയാൾ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അവിടെ ഒരു ആംബുലൻസ് കുടുങ്ങി. നമ്മൾ അവരെ വേഗം സഹായിക്കണം. സംശയമുണ്ടോ? അതെ ചേട്ടാ, ആ ബൈക്ക് എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നത്? പുറകോട്ട് പോ. അങ്കിളെ, വണ്ടി റൈറ്റിലേക്ക് മാറ്റ്. സംശയമുണ്ടോ? ഇനി എന്താ ഞാൻ ഓടെ കൊണ്ടുവരണോ വണ്ടി? പോട്ടെ. ആംബുലൻസ് ഏതായാലും പോയി. പക്ഷെ ട്രാഫിക് ജാം പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. വേണ്ട, നമ്മൾ ഒരിക്കലും നിയമം വിട്ടുവീഴ്ച ചെയ്യരുത്. ജനങ്ങളുടെ സുരക്ഷ നോക്കേണ്ടത് നിങ്ങളാണ്. പക്ഷേ സാർ, എനിക്കൊന്നും കേൾക്കണ്ട, പാർപ്പിക്ക് ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശരിയായി ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്യും. സാർ എന്തിനാണ് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്തിരിക്കും. ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് ഉറപ്പാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. എന്നാ ഇന്നും അത് ചെയ്തോ. CM സാർ വരുന്നുണ്ട്. അദ്ദേഹം ഓഫീസിൽ എത്തുന്നവരെ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. പാണ്ഡയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനുശേഷം സോറി സാർ എന്ന് പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുത്തും. എല്ലാം അണ്ടർ കൺട്രോൾ ആണ്. എല്ലാ സിഗ്നലിലെയും പോലീസുകാർക്ക് വാക്കിട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാരുമായിട്ട് ടച്ചിലായിരിക്കും. കൂടാതെ ഇന്നത്തെ ദിവസം മുഴുവൻ CM സാറിന്റെ കൂടെ തന്നെയായിരിക്കും. വെരി ഗുഡ്. പറഞ്ഞോ ജലജ. ഞാൻ അബദ്ധത്തിൽ ജലജ എന്ന് വിളിച്ചതാ. സോറി ശൈലജ. ഇപ്പൊ എന്തിനാ പച്ചക്കറി? ഞാൻ ഭക്ഷണം ഉണ്ടാക്കി പാത്രത്തിലാക്കി അങ്ങോട്ട് കൊണ്ടുവരാം. സർ, അതിന്റെ ടിഫിനാണ്. താൻ ഡ്യൂട്ടി ചെയ്യാൻ പോവുകയാണോ അതോ ടിഫിൻ കഴിക്കാൻ പോവുകയാണോ? 10 മിനിറ്റിനുള്ളിൽ CM സാറിന്റെ അടുത്ത് എത്തണം. താൻ 10 മിനിറ്റിനുള്ളിൽ എത്തണമെന്നോ? എടാ പൂച്ചേ, നീ കാരണം ഞങ്ങളുടെ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു കണ്ടില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, ഇത് വളരെ ഈസിയാണ്. ഇത് അത്രയ്ക്ക് ഈസി ഒന്നുമല്ല ഹണി. അല്പം ഒന്ന് ശ്രദ്ധിക്ക്. താങ്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഈ ജോലി അത്ര എളുപ്പമല്ല. വേണ്ട, അതെടുക്കരുത്. ഇൻസ്പെക്ടർ പാണ്ഡയുടെ കോൾ ആയിരിക്കും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പാണ്ഡ സാറോട് സ്ഥിരം സംസാരിക്കുന്നതാ. ഹലോ, ഹണി ഹിയർ. ഇവിടെ 100 കൂട്ടം ജോലികൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണോ സാർ ഈശ് പറയാൻ വേണ്ടി വിളിക്കുന്നത്? ഞാനിവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുവാണ്. അപ്പൊ അവിടുത്തെ ട്രാഫിക് പോലീസ്മാൻ എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. അയാൾക്ക് വാക്കി കൊടുക്ക്. CM അധികം വൈകാതെ അതിലൂടെ കടന്നു പോകും. ഓക്കേ. എന്തോ നോക്കേ, CM സാറിന്റെ ടീമിനാണ് ആദ്യം പാസ് ചെയ്യേണ്ടത്. ഓ, പാസ് ചെയ്യേണ്ടതാണോ? അപ്പൊ എന്തെങ്കിലും എക്സാം ഉണ്ടോ? ആദ്യം അദ്ദേഹത്തെ കടത്തി വിടണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കേ, അത് ഞാൻ ഇവരോട് എല്ലാവരും പറഞ്ഞേക്കാം. ഓവർ ആൻഡ് ഔട്ടോ? ഇൻസ്പെക്ടർ പാണ്ഡ്യനെ വെറുതെ കമാൻഡർ നടത്തുന്നത് എന്ത് പറ്റി? CM സാറിന്റെ വണ്ടി ഇതാ ഇപ്പൊ ഇതിലേ പോകും. അപ്പൊ അദ്ദേഹത്തെ ആദ്യം പാസ് ചെയ്യിക്കണം. എന്നാ വേഗം പൊസിഷനിലേക്ക് മാറുക.
അയ്യോ ഇനി ഞാൻ എന്താ ചെയ്യുക? ഈ സിഗ്നലിന് കേടാവാൻ കണ്ട സമയം. പേടിക്കണ്ട, ഞങ്ങളില്ലേ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അദ്ദേഹം വരുന്നുണ്ട്, വേഗം വാ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നോക്ക്, ആ വരുന്നതാണ് സിഎമ്മിന്റെ വണ്ടി. CM-നെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ബോസിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കും. അതെ, പക്ഷെ എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ, മനസ്സിലായോ? ഒന്ന് നിക്കണ്ട സാറേ, ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അയ്യോ എടാ കഴുതേ, നീ എന്തൊക്കെയാ ഈ ചെയ്യുന്നേ? എടാ നീ സിഎമ്മിന്റെ വണ്ടി തന്നെയാണല്ലോ പിടിച്ചു നിർത്തിയത്. പുറത്തിറങ്ങി മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. ഈഷ്, ഒരു പോലീസുകാരനായ താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇയാൾ എന്നെക്കാളും വലിയ കഴുതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്നാപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അവർ സിഎമ്മിനെ കിഡ്നാപ്പ് ചെയ്യാണ്. ഈഷ്, ആരും ഒന്നും ചെയ്യരുത്. CM സാർ ഇപ്പോൾ കൺഫൈൻഡിലാണ്. അയ്യോ കൂട്ടുകാരെ, അവർ CM സാറിനെ കൊണ്ട് ബൈക്കിൽ പോവുകയാണ്. എടാ, അവർ CM സാറിനെ അല്ല, എന്റെ ജോലിയിൽ കൊണ്ടാണ് പോകുന്നത്. കൂട്ടുകാരെ, അവരെ പിടിക്കണം, പുറകെ വിട്ടോ. വേഗം. സോർദാറേ, വലത്തേക്ക് പോട്ടെ, അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. വേഗം ഓടിക്കോ, പട്ടിയല്ലോ കഴിച്ചാൽ മുക്കിലിട്ട് 16 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇപ്പൊ അതിന് 3 ഇഞ്ചക്ഷൻ മാത്രം മതിയാവും. ഒന്നും മിണ്ടാതിരിക്കണോ? വലിയ നമ്മുടെ പുറകെ ആരാണ്ട് ഫോളോ ചെയ്ത് നമ്മുടെ അടുത്തെത്താറായി. നീ വേഗം ഓടിക്ക്, പെട്ടെന്ന് ഓടിക്കടാ. എടാ പോലീസ് വരുന്നടാ, ഓടിക്കോ. ആഹാ, ഇവന്മാരെ വേഗം അറസ്റ്റ് ചെയ്യ്. കുട്ടികളെ, നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. നിങ്ങൾ ധീരന്മാര് മാത്രമല്ല, ഇന്റലിജൻസും കൂടിയാണ്. പക്ഷേ സാർ എങ്ങനെയാണ് അത് ചെയ്യാൻ പഠിച്ചത്? ഞാനും നിങ്ങളെ പോലൊക്കെ തന്നെയാ, ഫിറ്റ്നസിൽ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ സാർ ഗുണ്ടകളോട് കയറി വന്നത് അവരോട് ഫൈറ്റ് ചെയ്യാമായിരുന്നില്ലേ? ആ സമയത്ത് എന്റെ കൂടെ വേറെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അത് മാത്രമല്ല കാര്യം, നിങ്ങളെ പോലെ ധൈര്യമുള്ള കുട്ടികൾ വന്ന് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഈ ഗുണ്ടകൾ രക്ഷപ്പെടുകയാണ്.
അടിച്ചു പൊളിച്ചു തിമിർത്തു. സാറിന്റെ പ്രകടനം കണ്ടിട്ട് ഒരു ഹീറോയെ പോലെയുണ്ട്. അതെ, സാറിന് മിക്കവാറും സിനിമയിൽ എടുക്കാൻ സാധ്യതയുണ്ട്. സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കണ്ടതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വളരെ നന്ദിയുണ്ട് കുട്ടികളെ, ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഇതെന്താ ഇവിടെയും ട്രാഫിക് ജാം ആയോ? സാർ അതൊന്നും ഒട്ടും വിഷമിക്കണ്ട, ഇതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഹണിയുടെ ഓരോരോ മണ്ടത്തരങ്ങൾ കാരണം ഇപ്രാവശ്യം CM സാർ കിഡ്നാപ്പിൽ നിന്നും രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഇപ്രാവശ്യം ഹണിയുടെ മണ്ടത്തരങ്ങൾ കാരണം രണ്ട് കാര്യമാണ് നടന്നത്. CM സാറിനെ രക്ഷിക്കാനും പറ്റി, എന്റെ പണി പോകാതെ രക്ഷപ്പെട്ടു.